ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉപ്പിലിട്ട മാങ്ങയാണ്. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പിലിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങ ഉപ്പിലിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. നമുക്ക് പൂപ്പലൊന്നും വരാത്ത രീതിക്ക് തന്നെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിക്ക് എങ്ങനെയാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതുപോലെ തന്നെ പാട പിടിച്ചു കഴിഞ്ഞാൽ അതും എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ മാങ്ങ ഉപ്പിലിട്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പം ഞാൻ ഏകദേശം 3 ഗ്ലാസോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് അധികം മുന്നിട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഉപ്പ് ഒരുപാട് കൂടി നിൽക്കത്തക്ക രീതിയിൽ വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1/2 കപ്പ് അളവിൽ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരേക്കും വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിനാഗിരി ഒന്ന് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഈ വെള്ളം നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കും. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ മാങ്ങ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വേണം വെള്ളം എപ്പോഴും എടുക്കാനായിട്ട്. ഇനി ഈ വെള്ളം ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങയൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിവിടെ 6 കിളിച്ചുണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ മാങ്ങ നല്ലതുപോലെ കഴുകി നന്നായിട്ട് തുടച്ചെടുത്തിട്ടുള്ള മാങ്ങയാണ്. നമ്മൾ ഉപ്പിലിട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. നമ്മളെപ്പോഴും മാങ്ങയായാലും നെല്ലിക്കയായാലും നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നല്ലതുപോലെ തുടച്ച് ഈർപ്പം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ചെറിയൊരു ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകി നല്ലതുപോലെ തുടച്ചിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള സൈസിനൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നുകിൽ ഇതുപോലെ നീളത്തിന് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടോ അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ മുഴുവനായിട്ടും തന്നെ ഉപ്പിലിട്ട് സൂക്ഷിക്കാവുന്നതുമാണ്. ഇപ്പം ഞാൻ ഇതുപോലെ നീളത്തിനാണ് എല്ലാ മാങ്ങയും ഒന്ന് അരിഞ്ഞെടുക്കുന്നത്. നമ്മളിങ്ങനെ അരിഞ്ഞ് ഉപ്പിലിട്ട് സൂക്ഷിച്ച് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് മീൻകറിയിൽ ഇടാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മാങ്ങ തനിയെ കറി വെക്കാനായിട്ടാണെങ്കിലും അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഈ മാങ്ങ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ട് ചമ്മന്തി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് ചോറിന് കൂടെ കഴിക്കാനായിട്ടൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഈ ഒരു ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് വറ്റൽമുളകും ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീസൺ കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് പല റെസിപ്പികൾക്കും ഈ ഒരു മാങ്ങ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാ മാങ്ങയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നല്ല എരിവുള്ള 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പച്ചമുളകും നമ്മൾ ആദ്യം മാങ്ങ ചെയ്തതുപോലെ തന്നെ നല്ലതുപോലെ കഴുകി നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു മുളകിൻ്റെ ഞെട്ടിലൊക്കെ ഈർപ്പം ഉണ്ടാവും. അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം മുളകൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒന്നുകിൽ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാങ്ങയുടെ കൂടെ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാതെ ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുഴുവനായിട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടില്ല. ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് കുപ്പിയിലോട്ടൊന്ന് ആക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബോട്ടിൽ എടുക്കുന്ന സമയത്താണ്. നമ്മൾ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയോ കയ്യിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഏത് ബോട്ടിൽ എടുത്താലും അത് നല്ലതുപോലെ ഒന്ന് കഴുകി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ഈർപ്പം ഒട്ടും ഇല്ലാന്ന് ഉറപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ എല്ലാം തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് കുറച്ച് മാങ്ങ ചേർത്ത് അതിൻ്റെ
കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് അങ്ങനെ നമുക്ക് എല്ലാ മാങ്ങയും പച്ചമുളകും ഇടയിലായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരത്തക്ക രീതിയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മാങ്ങയും പച്ചമുളകും എല്ലാം തന്നെ ഒന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ചൂടോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാങ്ങ വെന്തതുപോലെ ആയിപ്പോവും. നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഉപ്പിലിട്ട മാങ്ങയുടെ ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ വെള്ളം ഈ ഒരു മാങ്ങ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മൾ തിളപ്പിച്ച വെള്ളമെല്ലാം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ പച്ച മഞ്ഞൾ ഉണക്കിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം മഞ്ഞൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ മാങ്ങ പെട്ടെന്ന് പൂപ്പൽ വരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൈ വെച്ചിട്ട് ഈ ഉപ്പിലിട്ട മാങ്ങ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പൂണ് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്പൂണായിരിക്കണം. ഈർപ്പം ഒട്ടും ഇല്ലാത്ത സ്പൂണ് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ മഞ്ഞൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള വിനീഗർ ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ കുറച്ചൊന്ന് നനച്ചതിന് ശേഷം ഈ ബോട്ടിലിൻ്റെ വായ് ഭാഗത്തും അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പിലും നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ മഞ്ഞളില്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരി കുറച്ചൊന്ന് ടിഷ്യൂ പേപ്പറിൽ മുക്കിയിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ വായ് ഭാഗവും അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പും ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് മുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും. ഇനി നമ്മളെ ശ്രദ്ധക്കുറവുകൊണ്ട് പാട പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. ഉപ്പിലിട്ടതിൽ പാട പിടിച്ചിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ബോട്ടിൽ അനക്കാതെ തന്നെ ഒന്ന് തുറന്നതിന് ശേഷം ചെറിയൊരു കഷ്ണം കോട്ടൺ തുണി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാടയെല്ലാം തന്നെ ഈ ഒരു കോട്ടൺ തുണിയിലൊന്ന് പിടിച്ച് വന്നോളും. പിന്നെ നമുക്കത് പതുക്കെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ പാട മൊത്തത്തിൽ ആ ഒരു കോട്ടൺ തുണിയിൽ പിടിച്ച് വന്നോളും. ഇങ്ങനെയും നമുക്ക് പാട പിടിച്ചു കഴിഞ്ഞാൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ ഉപ്പിലിട്ടത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നനവില്ലാത്ത സ്പൂണ് ഉപയോഗിച്ചിട്ട് ഈ ഉപ്പിലിട്ടത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഉപ്പിലിട്ട മാങ്ങയെന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.